ഇതുപോലുള്ള കാഴ്ച എപ്പോഴും കിട്ടില്ല, പക്ഷേ അത് കിട്ടിയാൽ ഞാൻ നിങ്ങളിലെത്തിക്കും. എന്നെ രസം എന്താ ഈ കോടമഞ്ഞ് കെട്ടിക്കിടക്കുകയാണ് കേട്ടോ. ഇതെവിടെയാണെന്നറിയണ്ടേ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. എൻ്റെ പുറകെ കിടക്കുന്നത് കോടമഞ്ഞാണ്, കോടമഞ്ഞ്. ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ കാഴ്ച അതിസുന്ദരമെന്നേ പറയാനുള്ളൂ. ഇതിനും നല്ല കാഴ്ചകൾ ഇനി കിട്ടുമോ? എന്നെ രസമല്ലേ, നോക്കിയേ കോടമഞ്ഞ് കിടക്കണ കണ്ടോ. ഈ 2-3 സ്ഥലങ്ങൾ മാറി മാറി കാണുമ്പോൾ നല്ല രസമാണ്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയുന്നേ? ഞാൻ ഇനിയും വീഡിയോ ചെയ്തിട്ട്. ഞാനും നിൽക്കുന്നത് സെൻറ് ആൻ്റണീസ് കോളേജ് പെരുവന്താനം കോളേജിൻ്റെ ഫ്രണ്ടിലാണ്, ഫ്രണ്ട് ഗേറ്റിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിന്നാലേ, ഇവിടെ നിന്നാ കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച. ഇവിടുത്തെ കുട്ടികളെയൊക്കെ സമ്മതിക്കണമല്ലേ, അവർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ കാഴ്ചകൾ കാണാൻ പറ്റും. രാവിലെ ഈ സമയം കണ്ടോ, എന്നാ കോടമഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്ന. ഹൈറേഞ്ചിലേക്ക് കയറിയാൽ, ഇടുക്കിയിലേക്ക് കയറിയാൽ ഇത്ര മനോഹരം ഒന്നും പറയാതിരിക്കാൻ പറ്റിയല്ല. ഗവൺമെൻറ് ഒന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ്, നമ്മുടെ കേരളത്തിൽ ഇത്രയും സ്കോപ്പുള്ള, ടൂറിസത്തിന് ഇത്രയും സ്കോപ്പുള്ളത്. പക്ഷേ കുറേയും കൂടെയൊക്കെ കുറേ സൗകര്യങ്ങൾ കൊടുക്കണം. ഇവിടെ കാണാനുള്ള വ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാഴ്ച. ഈ കയറ്റം കയറി നമ്മൾ കുട്ടിക്കാനത്തേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി കാഴ്ചയുണ്ട്, ഇതുപോലത്തെ നല്ല കാഴ്ചകൾ. അങ്ങനെ കാണാനായിട്ടൊരു വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ ടൂറിസ്റ്റുകൾ പോകുന്ന വഴി എത്തോരം പ്ലേസിൽ, എത്രയോ ഇടങ്ങളിൽ നിർത്തി ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടുപോകും. പലരും കുറച്ചുകൂടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം, അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ കാണാമെന്ന് പറഞ്ഞു പോകും. പക്ഷേ കാഴ്ച കിട്ടില്ല. ഇത് കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോകും, ഈ കോടമഞ്ഞ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എങ്കിൽ ഇവിടെ നിന്ന് ആളുകൾ രാവിലെ വരുമ്പോൾ ഈ കാഴ്ച കാണുമ്പോഴേ ഒത്തിരി വാഹനങ്ങൾ നിർത്തി കാണും. ഇതെല്ലാം കണ്ടിട്ടും ഫോട്ടോ എടുത്തിട്ടും പോകും. ഇത് ലോകം അറിയട്ടെ, ലോകം നമുക്കിങ്ങനൊരു സ്ഥലമുണ്ട്. കുട്ടിക്കാനത്തേക്ക് കയറുന്ന വഴിക്ക് തുടങ്ങുമ്പോഴേ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ, കാണട്ടെ. കാണുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോട്ടെ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ, ഇത് മഞ്ഞ് മാത്രം കോടമഞ്ഞ് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒത്തിരിയുണ്ട് കാണുന്നവർ. ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം വരുന്നത്. ആരും മറക്കണ്ട കേട്ടോ, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഞങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യും. നമ്മുടെ കുറേ പോരായ്മയുണ്ട്. നമുക്ക് നമ്മുടെ ഈ മൊബൈലിലൊക്കെ എടുക്കുമ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളെ കിട്ടുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈലൊക്കെ ഇത് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. ഒരു 2-3 കിലോമീറ്ററോളം മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. നമ്മളിപ്പോൾ ഒത്തിരി ദൂരെ നിന്ന് കാണുകയാണ്. ഇതും ഇച്ചിരൂടെ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതല്ല, അത്രയും രസമൊന്നുമില്ല. എന്നാൽ പോലും നമ്മൾ താഴ്വാരങ്ങൾ, നമ്മൾ മലകളും താഴ്വാരങ്ങളും എല്ലാമായിട്ട് ഒറ്റ കാഴ്ച ഒരേ സൈഡിൽ കാണുന്നു. അവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അവിടെ നിന്നും കാണേണ്ടത് അവിടെ നിന്ന് തന്നെ കാണുക. അവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടവർ അങ്ങനെ കണ്ട് കിട്ടിയാൽ, ഇതുവഴി കയറുമ്പം അവിടെ കണ്ടാൽ നമുക്ക് മുകളിൽ ചെന്നിട്ട് ഇച്ചിരൂടെ നല്ല കാഴ്ച കാണാം എന്ന് വിചാരിച്ച് പോരരുത്. അതേ കാഴ്ച, ആ കാണുന്ന കാഴ്ച ഒരിക്കലും മുകളിലേക്ക് കയറിയാൽ കിട്ടില്ല. അവിടെ ഒരു അരമണിക്കൂർ സമയം സ്പെൻഡ് ചെയ്താൽ ആ മഞ്ഞുകൾ കയറി വന്ന് നമ്മൾ കാർമേഘത്തെ തൊട്ട പോലെ അങ്ങനെയുള്ള കാഴ്ചയും കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റും. നമ്മൾ താഴെ നോക്കൊരു ബൈയൊക്കെ പറഞ്ഞതാണ്, എന്നാലും പിന്നെയും നമ്മൾ കാണിച്ച് പോവുക.